പ്രിയപ്പെട്ടവരെ, കറ്റാനം വെല്ലുവിളി യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സംരംഭമാണ്. അതിനുമപ്പുറം ഒരു പരീക്ഷണമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവർ അവരവരുടെ വേഷങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ച് മൺമറഞ്ഞുപോയ ആ കഥാപാത്രങ്ങൾക്ക് വേഷപ്പകർച്ചയുടെ പുതിയ നിറങ്ങൾ ചാർത്തി അവർക്ക് ജീവൻ നൽകി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നവർ മറ്റാരുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ. അഭിനേതാക്കൾ, അണിയറ പ്രവർത്തകർ എല്ലാവരും പുതുമുഖങ്ങൾ തന്നെ. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം. പക്ഷേ ഈ പരീക്ഷണ സംരംഭത്തെ വിജയിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അങ്ങനെയായാൽ ഇതൊരു തുടക്കമാകും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയ ദ വേ ടു ബേത്ലഹേം 25 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ബൈബിൾ നാടകമാണ്. യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ സഹായിച്ച് നമ്മിൽ നിന്നും മൺമറഞ്ഞുപോയ എല്ലാവരുടെയും ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ആത്മനാദിനികൾ സമർപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ മുൻകാല പ്രവർത്തകർ, സ്നേഹസമ്പന്നരായ ഇടവചനങ്ങൾ എന്നിവരോടും ഈ സംരംഭത്തിന് എല്ലാവിധ കൈത്താങ്ങലുകളും നൽകിക്കൊണ്ടിരിക്കുന്ന വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, ഈ സംരംഭത്തിന് സഹായിച്ചവരും സഹകരിച്ചവരുമായ എല്ലാവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കറ്റാനം വെല്ലുവിളിക്കായി യുവജന പ്രസ്ഥാനം സമർപ്പിക്കുന്നു ദ വേ ടു ബേത്ലഹേം. എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നടത്തേണമേ. എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നടത്തേണമേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ. നീ രക്ഷിച്ചു കൊള്ളേണമേ. സ്വർഗസ്ഥനാം പിതാവേ, നിന്നാമം പൂജിതമാകണമേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ. സ്വർഗസ്ഥനാം പിതാവേ. എന്നിട്ട് ബാക്കി പറയമ്മേ. മോൻ ഉറങ്ങിയില്ലേ? ഇല്ല, അമ്മ ബാക്കി കൂടി പറഞ്ഞതാ. അമ്മയ്ക്ക് ഉറക്കം വരുന്നു മോനെ. ബാക്കി നാളെ പറഞ്ഞു തരാം. പറ്റില്ല, ഇപ്പൊ തന്നെ പറഞ്ഞു തരണം. വേഗം ഉറങ്ങിക്കോ, അല്ലെങ്കിൽ സാത്താൻ വരും. സാത്താനോ? അതാരാ അമ്മേ? ഓ, ഇവന്റെ ഒരു കാര്യം പറയമ്മേ. ആരാ ഈ സാത്താൻ? സാത്താൻ ഒരു ദുഷ്ടനാ. 2 കൊമ്പുള്ള, കണ്ണുരുട്ടി, നാക്കുനീട്ടി കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു ഭൂതം. അയ്യോ അമ്മേ, സാത്താൻ! മോൻ പേടിക്കണ്ട. ദൈവത്തിന്റെ മക്കളെ സാത്താൻ ഉപദ്രവിക്കില്ല. സത്യമായിട്ടും? സത്യമായിട്ടും. അതെന്താ അമ്മേ, സാത്താന് ദൈവത്തെ പേടിയാണോ? പിന്നെ പേടിയില്ലാതെ? അതെന്താ അമ്മേ സാത്താൻ ദൈവത്തെ പേടിക്കുന്നത്? അതോ, ദൈവ സാത്താനെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്തിന്? ദൈവത്തെ പോലെയാകാൻ നോക്കിയതിന്. യഥാർത്ഥത്തിൽ സാത്താൻ ആരാണെന്ന് മോൻ അറിയാമോ? ഇല്ല. ദൈവത്തിന്റെ ദൂതനായിരുന്നു സാത്താൻ എന്ന ലൂസിഫർ. സത്യം? അതെ, ദൈവം സൃഷ്ടിച്ചതാണ് സാത്താനെ. നമ്മളെ പോലെയോ? നമ്മളെ പോലെയല്ല. ദൈവം 3 വിഭാഗങ്ങളായാണ് മാലകന്മാരെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ വചനങ്ങൾ നമ്മെ അറിയിക്കുന്നതിനായി ദൈവം സൃഷ്ടിച്ച മാലകന്മാരാണ് ഗബ്രിയേൽ. എനിക്ക് ഗബ്രിയേലിനെ കാണാൻ പറ്റുമോ അമ്മേ? കണ്ണടച്ച് പ്രാർത്ഥിച്ചാ മതി. ഗബ്രിയേലിനെ കാണാം. കണ്ണടച്ചേ. സുന്ദരനായ 2 ചിറകുകളുള്ള വെള്ളി നിറമുള്ള ഗബ്രിയേൽ. ഗബ്രിയേൽ ഞാൻ കണ്ടമ്മേ. പോടകള. 2ാമതൊരു വിഭാഗമുണ്ടായിരുന്നു. ദൈവത്തിന്റെ സൈന്യാധിപൻ, ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് മിഖായേൽ. അപ്പോ സാത്താനോ? തന്നെ സ്തുതിച്ചു പാടുവാൻ ദൈവം നിയോഗിച്ച മാലാഖയായിരുന്നു ലൂസിഫർ. എന്നാൽ ഒരിക്കൽ ദൈവത്തിനെതിരെ ലൂസിഫർ ചിന്തിച്ചു. ദൈവം അത് ക്ഷമിച്ചില്ല. ദൈവത്തിന്റെ കയ്യിൽ 2 തല മൂർച്ചയുള്ള ഒരു വാളുണ്ട്. ആ
ആ വാൾ കൊണ്ട് ദൈവം ലൂസിഫറിന്റെ ചിറകരിഞ്ഞു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീണു? അയ്യോ, മോൻ പേടിച്ചോ? എന്നിട്ട് അങ്ങനെ സാത്താൻ ഭൂമിയിലേക്ക് ഇറങ്ങി. ദൈവത്തോട് പകരം വീട്ടാനായി അവൻ ദൈവത്തിന്റെ മക്കൾക്കിടയിൽ വിഷവിത്ത് വിതച്ചു. അസൂയയും കുശുമ്പും എല്ലാം ഭൂമിയിൽ വിളഞ്ഞു. എന്നാൽ ഒരുപാട് നല്ലവരും ഭൂമിയിലുണ്ടായിരുന്നു. അവർ കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവം ഭൂമിയിൽ മനുഷ്യനായി പിറവിയെടുക്കുവാൻ തീരുമാനിച്ചു. എന്നിട്ടോ തനിക്ക് പിറവിയെടുക്കുവാൻ ദൈവം ഒരു കന്യകയെ തിരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേരാണ് മറിയം, കന്യക മറിയം. ദൈവം തന്റെ കൽപ്പന ഗബ്രിയേൽ മുഖാന്തരം മറിയമിനെ അറിയിച്ചു. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. ആരാണത്? പിതാവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഗബ്രിയേൽ ദൂതനാണ് ഞാൻ. ലോകത്തിന് സന്തോഷം തരുന്ന ഒരു വർത്തമാനം ഞാൻ നിന്നെ അറിയിക്കുന്നു. ദൈവം നിന്നിൽ ഉരുവായിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ലോകത്തെ രക്ഷിപ്പാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അവനെ നീ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കുകയില്ല. ഞാൻ കന്യകയാണ്. മറിയമേ, നീ ഭയപ്പെടേണ്ട. നീ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഞാൻ ഭയപ്പെടുന്നു. യൂയാക്കിമിന്റെയും ഹന്നായുടെ മകളായ മറിയെ, നീ എന്തിനാ ധൈര്യപ്പെടുന്നു? ഇത് നിന്നെ സൃഷ്ടിച്ചവന്റെ കൽപ്പനയാണ്, നിന്റെ നിയോഗവും. അത്യുന്നതന്റെ പുത്രനെ നീ പ്രസവിക്കും. നാളെ ഈ ലോകം നിന്നെ അമ്മയെന്ന് വാഴ്ത്തും. പക്ഷേ നിനക്കിപ്പോഴും സംശയമോ? ഞാൻ വെറും ഒരു മനുഷ്യ സ്ത്രീയാണ്. എന്നെ സംരക്ഷിക്കുന്നയാൾ ഇത് ഒരിക്കലും വിശ്വസിക്കില്ല. അദ്ദേഹം എന്നെ ഉപേക്ഷിക്കും, തീർച്ച. ഞാൻ മറിയമേ, നീ ചഞ്ചലപ്പെടേണ്ട. ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ല. നിന്നെ സംരക്ഷിക്കാൻ യൗസേപ്പിനെ തിരഞ്ഞെടുത്തതും ആ അത്യുന്നതൻ തന്നെ. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വിളി കേട്ടവൾക്ക് ഇത് 6-ാം മാസം. പിതാവിനാൽ അസാധ്യമായി ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇടയ കന്യകേ, പോവുക നീ ഈ അനന്തമാ ജീവിത വീഥിയിൽ. ഇടറാതെ കാലിടറാതെ. മാസങ്ങൾ കുറെ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് യോസഫ് മറിയമിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഗബ്രിയേൽ യോസഫിന് പ്രത്യക്ഷനായി. നടന്ന കാര്യങ്ങൾ മുഴുവനും അറിയിച്ചു. യോസഫ് മറിയമിനെ തന്റെ പട്ടണമായ ഗലീലിയയിലെ നസ്രേത്തിൽ താമസിപ്പിച്ചു. ദാവീദ് രാജാവിന്റെ വംശത്തിൽ പിറന്നവനായിരുന്നു നീതിമാനായ യോസഫ്. എന്നാൽ ആ കാലത്ത് ജനങ്ങൾ എല്ലാവരും തങ്ങളുടെ പേര് ചേർക്കണമെന്ന് ഔഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. അതിൻ പ്രകാരം യോസഫ് പൂർണ്ണ ഗർഭിണിയായ മറിയമിനെയും കൂട്ടി യഹൂദ രാജ്യത്തിലെ ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു. അന്ന് യഹൂദ രാജ്യം ഭരിച്ചിരുന്നത് ഹെരോദാവ് 1-മനായിരുന്നു. രാത്രിയിൽ ആ പ്രദേശത്ത് ചിലർ തങ്ങളുടെ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു. തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ അവർ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. മോൻ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ബാക്കി പറയമ്മേ. ദൈവത്തിന്റെ മാലാഖ ഗബ്രിയേൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ ഭയപ്പെട്ടു. ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പുറപ്പെട്ടുകൊള്ളുക. പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ആ ശിശുവിനെ നിങ്ങൾ കാണും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊരു മഹാത്ഭുതം തന്നെ. എന്തു തന്നെ ആയാലും നാം ബേത്ലഹേമിൽ ചെന്ന് ഈ അത്ഭുതമൊന്ന് നേരിൽ കാണണം. വരുവിൻ കൂട്ടരെ, നമുക്ക് പോകാം. പക്ഷേ ഹെരോദ രാജാവ് ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഹെരോദാവോ? അതാരാമേ? അന്ന് യഹൂദ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഹെരോദാവ്. അയാൾക്ക് 10 റാണിമാരുണ്ടായിരുന്നു. തനിക്ക് വിരോധമായി സംസാരിച്ച ഭാര്യയും 2 മക്കളെയും
അയാൾ കൊന്നുകളഞ്ഞു. ദുഷ്ടൻ. ദുഷ്ടൻ. ഇത് ശൈത്യം മാറ്റുവാൻ തുടങ്ങട്ടെ. ഹെരോദാ രാജാവ് നീനാൾ വാഴട്ടെ. അങ്ങേ മുഖം കാണിക്കുവാൻ കുറച്ചുപേരെത്തിയിരിക്കുന്നു. നമ്മയോ? അതും ഈ രാത്രിയിലോ? ആരാണവർ? അവർ കിഴക്ക് ദേശത്ത് നിന്ന് വന്നിരിക്കുന്ന 3 പേർ. കണ്ടിട്ട് വ്യാപാരികളാണെന്ന് തോന്നുന്നു. കടന്നു വരുവാൻ പറയൂ. കൽപ്പന പോലെ. പറയൂ, ആരാണ് നിങ്ങൾ? എന്തിനീ രാത്രിയിൽ നിങ്ങൾ ഇവിടെ എത്തി? എന്തായാലും നിങ്ങൾ ഈ നാട്ടുകാരല്ല, തീർച്ച. രാജാവ് പറഞ്ഞത് സത്യം തന്നെ, ഞങ്ങൾ ഈ നാട്ടുകാരല്ല. പിന്നെ നിങ്ങൾ വ്യാപാരികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഭാരതദേശം ഭരിക്കുന്ന രാജാവാണ്. പേര് ഗാസ്പർ. പേർഷ്യൻ രാജാവായ മെൽഖയറാണ് ഞാൻ. ഞാൻ ബെൽത്തസാർ, താസി ഈ ദേശത്തിന്റെ അധികാരി. ഹെരോദാവിന്റെ ദേശത്തേക്ക് സ്വാഗതം. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് മശിഹായെ കാണണം. മെസ്സിഹായോ? ആരാണത്? അങ്ങെന്താണ് ഈ പറയുന്നത്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ?
ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം ദർശിച്ചിരിക്കുന്നു. എന്താ? യഹൂദരുടെ രാജാവ്? അതെ, ഞങ്ങൾ അവനെ കാണുവാനാണ് വന്നിരിക്കുന്നത്. അവനെ നമസ്കരിപ്പാനും കാഴ്ചകൾ അർപ്പിക്കുവാനും. ഗാസ്പർ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല. ഹെരോദ രാജാവ് വിശ്വസിക്കണം. ഞങ്ങൾ ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം കണ്ടിരിക്കുന്നു. മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന് അത് വേറിട്ടും നിൽക്കുന്നു. ആ നക്ഷത്രത്തിന് നടുവിൽ ഒരു അമ്മയും ആ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞും. സംശയമുണ്ട് രാജാവേ, ആ കുഞ്ഞ് മറ്റാരുമല്ല, യഹൂദരുടെ രാജാവാകേണ്ടവൻ തന്നെ, മെസ്സിഹ. എന്തായാലും നിങ്ങൾ വിശ്രമിക്കൂ. എന്റെ ആളുകൾ അന്വേഷിക്കട്ടെ. ശേഷം ഞാൻ നിങ്ങളെ വിളിപ്പിക്കാം. അങ്ങനെയാവട്ടെ. എവിടെ മഹാപുരോഹിതന്മാർ? എവിടെ ഹേരോദാവിന്റെ വേദജ്ഞാനികൾ? കടന്നു വരൂ. ഹേരോദാവിന്റെ സദസ്സിലെ വേദജ്ഞാനികളെ, നിങ്ങൾ കേൾക്കുന്നില്ലേ? യഹൂദരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു പോലും, അവന്റെ നക്ഷത്രം കണ്ടിരിക്കുന്നു പോലും. എന്നിട്ടും നിങ്ങളത് മനസ്സിലാക്കിയില്ല. നിങ്ങൾക്കതിനുള്ള കഴിവില്ലേ? പറയൂ. രാജാവ് ക്ഷമിക്കണം. കിഴക്കൻ ദേശത്ത് വസിക്കുന്നവരെ പറ്റി അങ്ങ് കേട്ടിട്ടില്ലേ? ശാസ്ത്രവിദ്യകളിൽ വിജ്ഞാനികളാണവർ, ഗണിതത്തിൽ മുൻപന്മാരും. അതിന്റെ അർത്ഥം? തീർച്ചയായും ഒരു പുതിയ നക്ഷത്രം ആകാശത്ത് തെളിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കി അവർ പറയുന്ന കാര്യങ്ങളൊന്നും തള്ളിക്കളയാൻ പാടില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ പറയുന്നത് യഹൂദർക്കായി മറ്റൊരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നല്ലേ? എന്തിനീ മൗനം? ആരെങ്കിലും ഒന്ന് പറയൂ. പറയീൻ. അതെ പ്രഭു, അങ്ങനെ വേണം കരുതാൻ. നിർത്തു വിഡ്ഢിത്തം പുലമ്പൽ. യഹൂദരുടെ രാജാവ് ജനിക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ, ഈ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ, ഈ യെരുശലേമിൽ. നിങ്ങൾ കളവ് പറയുന്നു. നിങ്ങൾ മാത്രമല്ല, അവരും. അവർ പറയുന്നത് കളവല്ല. ദീർഘായുസ്. അങ്ങ് എന്താണ് പറയുന്നത്? അതേ രാജൻ, ക്രിസ്തു ജനിച്ചിരിക്കുന്നു. യഹൂദരുടെ രാജാവാകാൻ അവൻ പിറന്നിരിക്കുന്നു. എവിടെ? യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. ബേത്ലഹേമിലോ? ആ ചെറിയ പട്ടണത്തിലോ? അതെ, പ്രവചനം അങ്ങ് ഗ്രഹിച്ചിട്ടില്ലേ? യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, യഹൂദ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. പ്രവചനം തെറ്റില്ല. പ്രവചനം നിവൃത്തിയായിരിക്കും. നിർത്തിൻ. കടന്നു പോകൂ എന്റെ മുൻപിൽ നിന്ന്. ആരവിടെ? നമ്മുടെ അതിഥികളെ വിളിക്കൂ. വരിക ദേശാധിപന്മാരെ, നിങ്ങൾ വിജ്ഞാനികൾ തന്നെ. നിങ്ങൾ പറഞ്ഞ കാര്യം സത്യം തന്നെ എന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷെ എന്റെ ആളുകൾക്ക് ആ നക്ഷത്രം തെളിവാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുവിൻ, പോയി അവനെ ദർശിക്കുവിൻ. അങ്ങയുടെ ഇഷ്ടം പോലെ. നിൽക്കൂ. എന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് ഭാരതദേശത്തെ സുഗന്ധവ്യഞ്ജനമാണ്, കുന്തിരിക്കം. ഇത് യഹൂദരുടെ രാജാവിന് കാഴ്ച അർപ്പിക്കാനുള്ളതാണ്. ഇത് മൂര് എന്നറിയപ്പെടുന്ന ഒരു വിശിഷ്ട തൈലമാണ്. മെൽക്കായർ, അങ്ങയുടെ കയ്യിൽ പേർഷ്യൻ ദേശത്തിന്റെ സ്വർണവും അല്ലേ? അതെ. നന്ന്. നിങ്ങൾ ഈ വിശിഷ്ട വസ്തുക്കൾ അവന് കാഴ്ച അർപ്പിക്കൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. ഇന്ന് നിങ്ങൾ എന്റെ അതിഥികളാണ്. അതുകൊണ്ട് തിരിച്ചു വരിക. എനിക്കും യഹൂദരുടെ രാജാവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്, കാഴ്ചകൾ അർപ്പിക്കുവാനും. പോയി വരിക. ഒരു പ്രവാചകന്റെ പ്രവചനം. യഹൂദയ്ക്ക് ഒരേ ഒരു രാജാവ് മാത്രം, ഈ ഹെരോദാവ് മാത്രം. എന്റെ ശക്തി കൊണ്ടും മനക്കരുത്ത് കൊണ്ടും നേടിയതാണ് ഇതെല്ലാം. ഈ ധനുമാസത്തിലെ കൊടും തണുപ്പിൽ പോലും ഞാൻ വിറയ്ക്കുന്നില്ല. എനിക്കെതിരെ ചിന്തിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയുമില്ല. എനിക്കെതിരെ സംസാരിച്ച എന്റെ ഭാര്യ മരിയമൻ, അവളിൽ എനിക്കുണ്ടായ മക്കൾ അലക്സാണ്ടർ, അരിസ്റ്റോബുലസ്, ഇന്നവർ എവിടെ? തലയറിഞ്ഞു കളഞ്ഞു ഞാൻ. എനിക്ക് ഭീഷണിയായി ഒരാളെയും വാഴിക്കില്ല ഞാൻ. പോകൂ, അവനെ കണ്ടെത്തൂ. വളരുന്നതിനു മുമ്പേ പിഴുതെറിയണം അവനെ, യഹൂദരുടെ വരാനിരിക്കുന്ന രാജാവിനെ. പോകുവീൻ. ദൂരെ നിന്നും
മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. Oh, what fun!